ഞാനിന്ന് ഈ വീട്ടിൽ വേണ്ടാത്തൊരു വസ്തുവാണ്. എൻ്റെ മകൻ എന്നോട് സംസാരിക്കാറില്ല. അവൻ കുഞ്ഞായിരിക്കുമ്പോൾ അവൻ്റെ ഉമ്മ മരിച്ചു. പിന്നെ ഞാനാണ് അവനെ ഓമനിച്ച് വളർത്തിയത്. ഈ ഗൾഫിൽ തന്നെ പഠിപ്പിച്ചു, നല്ല ജോലിയുമാക്കി കൊടുത്തു. ജമീല, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്നെ ഒറ്റക്കിട്ട് പോകാൻ നിനക്കെന്തായിരുന്നു തിടുക്കം? എൻ്റെ മകൻ എപ്പോഴും തിരക്കാണ്. വാപ്പ മരുന്ന് കഴിച്ചോ എന്ന് വല്ലപ്പോഴും അവൻ ചോദിക്കുന്നതാണ് ഞങ്ങൾ തമ്മിലുള്ള ഏക സംസാരം. എന്താണ് ആവശ്യമുള്ള നേരത്ത് വർക്ക് ചെയ്യില്ല. വൈറസ് കയറി കോളാക്കി 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാനുള്ളതാ. നാശം. ഇതെപ്പോഴാ വലിയ കയറി വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമുക്കത് ശരിയാക്കാം. ഓക്കെ. അവരെന്താ പറഞ്ഞത്? നോ 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 നോ, നമുക്ക് ഡ്രോയിങ്ങിൽ കാണിച്ച പോലെ വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അവർ കംപ്ലൈൻറ്റ് കൊടുക്കട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ബൗണ്ടറി വാളിൻ്റെ ബേസിൽ 12 mm സ്റ്റീൽ മതി. ഇപ്പോൾ 16 mm വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ഓക്കെ മോനെ, ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. മനസ്സിലായോ? ആദ്യം സർവേർ വിളിച്ച് പോയിന്റ് മാർക്ക് ചെയ്യും. പണ്ടാരടങ്ങാനായിട്ട് ഓരോ കുരിശുകൾ. ഓക്കെ ഓക്കെ, ഐ വിൽ കോൾ യു ലേറ്റർ. മോനെ, ഈ പൂവിൻ്റെ പേരെന്താ? അരളി. ഈ പൂവിൻ്റെ പേരെന്താ? ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഇത് ഉപ്പാക്ക് അറിയാത്തൊന്നുമല്ലല്ലോ. മോനെ, ഇതെന്താ? ഇതെന്താ കുട്ടിക്കളിയാ? തലയ്ക്കാകെ തീ പിടിച്ചിരിക്കുമ്പോഴാ ആ ചെടിയതാ, ഈ ചെടിയതാ, ഈ പൂവേതാ? ഒരു സ്വസ്ഥത തരില്ലെന്ന് വെച്ചാ ആൾക്കാരെ ഭ്രാന്ത് പിടിപ്പിക്കുക. മോനെ, ഉറക്കെ വായിക്ക്. ഇന്നെൻ്റെ മകൻ്റെ 4ാം ജന്മദിനമായിരുന്നു. ഞാൻ അവനുമായി പാർക്കിൽ പോയി. അവിടെ കണ്ട ഓരോ പൂവിനെയും ചെടിയെയും ചൂണ്ടി അവൻ അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ അവനെ വാരിയെടുത്ത് ഓരോന്നിനെയും കയ്യെത്തി തൊടുവിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ജമന്തി, ഇതാണ് മോനെ റോസ്, ഇതാണ് ലില്ലി. അവൻ അതിനെ തലോടി മണത്തു നോക്കി മുന്നിലെ പല്ലുപോയ മോണ കാട്ടി ചിരിച്ചുകൊണ്ട് എന്തു ഭംഗിയെന്ന് പറഞ്ഞ് എൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. അവൻ്റെ കൊഞ്ചിയുള്ള ചോദ്യം കേൾക്കാൻ ഞാൻ വീണ്ടും വീണ്ടും പുതിയ പൂക്കളെയും ചെടികളെയും കാണിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ ഓരോ ചോദ്യത്തിനും ആ പൂങ്കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത് ജമന്തി, ഇത് താമര, ഇത് റോസ്. എൻ്റെ ജീവനാണ് അവൻ, എൻ്റെ പൊന്നുമോൻ.